വീണ്ടും ഗണഗീത വിവാദം. ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം വേണമെന്നാണ് BMS. പോസ്റ്റൽ വകുപ്പിന്റെ ക്രിസ്മസ് ആഘോഷത്തിലാണ് BMSന്റെ വിചിത്ര നിർദ്ദേശം. തിരുവനന്തപുരം മേഖലാ ഓഫീസിലെ ക്രിസ്മസ് കരോളിൽ ഗണഗീതം വേണമെന്നാണ് കത്ത്. അത് നല്ലൊരു ഇതായിരിക്കും കേട്ടോ. ഒരു കാര്യം കൂടെ ചെയ്യാം. അടുത്ത ഓണത്തിന് നമുക്ക് ഒരു കരോള് വെക്കാം. അത് കഴിഞ്ഞിട്ടുള്ള നബിദിനത്തിന് നമുക്ക് അയ്യപ്പ വിളക്കും എടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ മൊത്തത്തിൽ ഒരു സ്റ്റൈലൊക്കെ വരില്ല അതിൽ. നല്ലൊരു പരിപാടി. ഇങ്ങനത്തെ എന്താ പറയുക, ഈ റവല്യൂഷണറി ആയിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരണം അല്ലേ? അങ്ങനെ വരുമ്പോഴല്ലേ നമ്മുടെ നാട് എൻ്റെ തമ്പുരാനെ. ഞാൻ ആലോചിക്കുന്നതേ, ചില ആൾക്കാർ പറയും ഈ സംഖ്യക്ക്, ഈ വാനരന്മാർക്ക് ബുദ്ധി കൊടുക്കണേ. ഞാൻ പറയുന്നത് ഇവന്മാർക്ക് ബുദ്ധി കൊടുക്കരുത്. ഇവന്മാർ ഇതേ സെറ്റപ്പിൽ അങ്ങോട്ട് പാതാളത്തിൽ തള്ളിത്താത്തണം. നമ്മുടെ ആരെങ്കിലും വരും അതേ ആ സ്പോട്ടിൽ അങ്ങ് അങ്ങോട്ട് തീർന്നു നിൽക്കുക. എന്നാൽ പിന്നെ ഇവന്മാർക്കൊക്കെ ബുദ്ധി കൊടുത്താലുള്ള പ്രശ്നം എന്താണോ? ബുദ്ധി കൊടുത്തിട്ട് ആ ബുദ്ധി വെച്ച് വല്ല കുരുട്ട് ബുദ്ധി വെച്ചിട്ട് ഇതിനേക്കാൾ വലിയ പരിപാടികൾ ഇവന്മാർ ഒപ്പിക്കും. അപ്പം സംഖ്യക്ക് ബുദ്ധി കൊടുക്കാണ്ടിരിക്കണം ഏറ്റവും നല്ലത്. അതേപോലെ അങ്ങോട്ട് താത്തിയേക്കുക. അല്ല, എന്തിൻ്റെ കടിയെന്ന് അവന് മനസ്സിലാവാത്തത്? അല്ല, ഇവൻ്റെ ഒക്കെ എൻ്റെ തമ്പുരാനെ, ഇവൻ്റെ ഒക്കെ മൂട്ടിൽ കടിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ശാഖയിൽ പോയിട്ട് തീർക്ക്. നിന്റെ കടി തീർക്കാൻ ശാഖയിലോട്ട്. അതല്ലാണ്ട് ഈ പറഞ്ഞ പരിപാടിയിൽ ഒരു ക്രിസ്മസ് പരിപാടിക്ക് നിന്റെ കൊണഗീതം പാടിയിട്ട് എന്ത് കൊണ കിട്ടാനാണ് നിനക്കൊക്കെ? അല്ലെങ്കിൽ നിങ്ങൾ ഈ RSS വൽക്കരണം, ഈ സംഘ പരിവാണവൽക്കരണം കുറച്ച് ഏറിപ്പോകുന്നതിൻ്റെ എഫക്റ്റാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. ക്രിസ്മസ് നടത്തിക്കോ, നിങ്ങൾ ഓണം വേണേ ഓണം നടത്തിക്കോ, പെരുന്നാൾ വേണേ പെരുന്നാൾ നടത്തിക്കോ, ആർക്കും ഒരു കുഴപ്പമില്ല. കേക്ക് കൊണ്ടുപോകുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു, അതേ സ്ഥലത്ത് പോയി പുൽക്കൂട് തകർക്കുന്നു. എന്ത് തരം വാണങ്ങളാണോ ഇവന്മാരെന്ന് മനസ്സിലാവാത്തത്? ഇപ്പം നമ്മൾ വിചാരിക്കില്ലേ, ഈ ന്യൂസൊക്കെ കണ്ടപ്പോൾ ജോൺ ബ്രിട്ടാസ് എന്താ പറയുക, ഇതിനെതിരെ അപേക്ഷ കൊടുത്തു ഒക്കെ കണ്ടില്ലേ? എന്നിട്ട് അവസാനം എന്തായി നിങ്ങൾക്ക് മനസ്സിലായോ? ആ പരിപാടിയെ ക്യാൻസൽ ചെയ്തു. ഈ വാണങ്ങളെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ ഇവന്മാർ അവിടെ എന്തെങ്കിലും കുത്തിത്തിരിപ്പും കുന്നായ്മ ഈ ചറ്റകൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ പരിപാടി ക്യാൻസൽ ചെയ്തു. അതിൻ്റെ ന്യൂസ് കണ്ടു. തപാൽ വകുപ്പിന്റെ തിരുവനന്തപുരം മേഖലാ ആസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം ആലപിക്കണം എന്ന BMSന്റെ ആവശ്യം അത് വിവാദമായിരുന്നു. അതിനു പിന്നാലെ ഇപ്പോൾ ആഘോഷം തന്നെ റദ്ദാക്കിയിരിക്കുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. പരിപാടി റദ്ദാക്കിയതായി ജീവനക്കാർക്ക് ഇമെയിൽ ലഭിച്ചു. ഗണഗീതം ആലപിക്കണം എന്ന ആവശ്യത്തിനെതിരെ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കത്തയച്ചു. കണ്ടില്ലേ, ആ പരിപാടിയെ ക്യാൻസൽ ചെയ്തു. ആ പരിപാടി വേണ്ട. ഇവന്മാരെ പേടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവന്മാരെ പേടിച്ചിട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ഉത്തരവായിരിക്കും ചിലപ്പം ആ പരിപാടി ക്യാൻസൽ ചെയ്ത് വേണ്ട നമുക്ക് പരിപാടി. ഇത്ര തരംതാന്ന അവസ്ഥ നമ്മുടെ നാട്ടിലെ ഡിപ്പാർട്ട്മെൻറ്റ്സിന്. പോട്ടെ, നമ്മൾ പ്രൈവറ്റും ഹോസ്പിറ്റലും അല്ലെങ്കിൽ കോളേജുകളും സ്കൂളുകളും എല്ലാം അങ്ങ് മാറ്റി നിർത്തിയിരിക്കുന്നത്. നമ്മുടെ തപാൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥയാണിത്. അത് ആ പരിപാടിയെ ക്യാൻസൽ ചെയ്തു എന്നും പറഞ്ഞിട്ട് ഇമെയിൽ വന്നു. ഒന്നുകിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ ഇവന്മാരെ പേടിക്കാനുള്ള ചാൻസ് ഇല്ല. കയ്യിലുണ്ടാവുന്ന 1, 2, 3 കാണുകയുള്ളൂ അക്കൂട്ടത്തിൽ. പേടിച്ചിട്ടല്ല, അത് വേണ്ട, ഞങ്ങളൊരു കാര്യം പറഞ്ഞു, അപ്പോൾ അവിടുന്ന് മേലെ വേണ്ട, നമ്മൾ വേണ്ട, അങ്ങനെ ഇവിടെ ഒരു ക്രിസ്മസും വേണ്ട, കൊണഗീതല്ലാത്തൊരു ക്രിസ്മസും ഇവിടെ വേണ്ട എന്നാണ് ഈ കൊണഗീതൊക്കെ പുറത്തോട്ട് ചാടിയത്. എന്നാണ് ഈ കൊണഗീതൊക്കെ വന്നു തുടങ്ങിയത്. ഈ പറഞ്ഞ വന്ദേ ഭാരതിലും അവിടെയും ഇവിടെയൊക്കെ ഈ കൊണഗീതം പാടിയപ്പോൾ നിങ്ങൾ വിചാരിച്ചോ ഇവന്മാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ കൊണഗീതം അടക്കമുള്ള സകല സാധനങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഇവന്മാർ കുത്തിക്കയറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മുടെ ഗവർണർ രാജ്ഭവനിൽ എന്താ നടക്കുന്നത്? എല്ലാ പരിപാടിക്കും അവിടെ കൊണ്ട് നിർത്തിയില്ല മറ്റേ ബിംബത്തിനെ, ഫോട്ടോ കയറ്റിയില്ലേ നിങ്ങൾ? ഭാരതാംബ എപ്പം ഉണ്ടായതാ ഭാരതാംബ? ഇവന്മാരുണ്ടാക്കിയ അമ്പ. ഈ അമ്പനെയാണ് കൊണ്ടിരുത്തുന്ന എല്ലായിടത്തും. സർക്കാർ പരിപാടികളിൽ വരെ ഇപ്പം അത് ഗവർണർ വരുന്ന പരിപാടിയാണെങ്കിൽ അവിടെ കൊണ്ടിരുത്തണം എന്നുള്ളത്. അല്ലെങ്കിൽ ഗവർണർ വരൂല, വേണ്ട, അത്രേ ഉള്ളൂ. ആ അവസ്ഥ നമ്മുടെ ഈ വാനരന്മാർ ഏതൊക്കെ ലെവലിലാണ് നമ്മുടെ നാടുകളിലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ പരിപാടികളിലും അല്ലെങ്കിൽ നമ്മുടെ മതപരിപാടികളിൽ പോലും ഇവന്മാർക്ക് ഈ RSSനെ കുത്തിക്കയറ്റാനുള്ള ഒരു വ്യഗ്രത നോക്കി നിങ്ങൾ. കൊണഗീതം കയറ്റണം, ഭാരതാംബര അമ്പനെ കൊണ്ട് ഇരുത്തണം, പശുമ്പനെ കൊണ്ട് അപ്പുറത്ത് കെട്ടണം, അത് കണ്ട് മൂത്രമൊഴിച്ച് കണ്ണ് നിറഞ്ഞ് കാണണം, ചാണകം തിന്നണം. ഇമാതിരി ചിന്തകളും കൊണ്ട് നടക്കുന്ന ഈ വാനരന്മാരാണ് നമ്മളെ രാജ്യം ഭരിക്കുന്നത്. അക്കൂട്ടത്തു നിന്നുള്ള ഗവർണർ അടക്കം എല്ലാവരും നമ്മുടെ എല്ലാ സ്ഥലത്തേക്കും എത്തുന്നത്. ഇവന്മാരുടെ ഒക്കെ മനസ്സിൽ ഇവരുടെ ഒക്കെ ഉള്ളിൽ ഈ ചിന്തകളാണ് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത് സർക്കാരിനെയും. അതിപ്പോൾ എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഗവർണർക്ക് എവിടെയൊക്കെ കൈ വെക്കാൻ പറ്റുമോ അവിടെയൊക്കെ കുത്തിക്കയറ്റാൻ നോക്കുന്നുണ്ട്. അത് VC നിയമനാണെങ്കിലും വേണ്ടില്ല, എന്താണെങ്കിലും വേണ്ടില്ല, എവിടെയൊക്കെ കുത്തിക്കയറ്റാൻ പറ്റുമോ അത് എല്ലായിടത്തും കുത്തിക്കയറ്റുന്നുണ്ട്. ഒന്നുമില്ലേ, വന്ദേ ഭാരതിൽ അന്ന് ആ ഒരു കൊണഗീതം പാടിയ സമയത്തെ അന്ന് പലരും വന്ന് പറഞ്ഞു അതൊക്കെ അവരുടെ ഇഷ്ടമല്ല, അവർ പാടിക്കോട്ടെ, അത് നമ്മൾ വിചാരിച്ചാ ഇനി ഇഷ്ടമല്ല, എന്തേ ആവട്ടെ, അത് പോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പം കണ്ട നിങ്ങൾ കൊണഗീതം പാടണ്ട, ക്രിസ്മസ് കരോളിനെ അല്ലെങ്കിൽ ക്രിസ്മസ് പരിപാടിക്ക് കൊണഗീതം പാടണം. ഉറപ്പാണ്. നാളെ നിങ്ങൾ കണ്ടോ, നാളെ എവിടെയെങ്കിലും നോമ്പറുണ്ടെങ്കിൽ
മറ്റേ ബാങ്ക് കൊടുക്കുന്നതിന് പകരം കൊണഗീതം പാടുന്നത് ഉമ്മർ. ആദ്യം കൊണഗീതം വന്നോട്ടെ, എന്നിട്ട് മതി വാങ്ങുന്നത്. അതൊക്കെ ഇവന്മാരൊക്കെ വായിക്കൊണ്ട് പറയാൻ പോണതാ. അധികം വൈകാതെ നിങ്ങൾ കണ്ടോ, നിങ്ങൾ കണ്ടോ? അത് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കിട്ടിയതിൻ്റെ ആവേശത്തിലായിരിക്കും ഈ ഒരു കൊണ അതിൻ്റെ കൂടെ കുത്തിക്കയറ്റിയത്. തിരുവനന്തപുരത്തുള്ള പരിപാടി, തിരുവനന്തപുരം തപാൽ ഓഫീസിലെ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഹെഡ് ഓഫീസിലുള്ള പരിപാടിക്കാണ് പറഞ്ഞത്. എൻ്റെ പൊന്ന് കൊണകളെ, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. എൻ്റെ പൊന്ന് വാനര വീരന്മാരെ, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അതായത് മൊത്തം വോട്ടിൽ വലിയ ചേഞ്ചസ് ഒന്നും നിങ്ങൾക്ക് ഇല്ല എന്നുള്ളത്. 1-2 വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ഇത് കിട്ടി. അതായത് 35 സീറ്റുള്ളത് 19 സീറ്റായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പാലക്കാടും പന്തളവും അവിടെയും ഇവിടെയൊക്കെ കയ്യിൽ നിന്ന് പോയത് അവസ്ഥ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതറിയാത്തത് കൊണ്ടല്ല, നിങ്ങൾ ഈ കുത്തിക്കയറ്റി വിഷം കുത്തിക്കയറ്റി ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ നിങ്ങളുടെ അടുത്തോടെ എടുക്കുന്നുണ്ട്. അത് സത്യം തന്നെയാണ്. പക്ഷേ ഇനിയെങ്കിലും നിങ്ങൾ കോൺഗ്രസ്സുകാരനായിക്കോട്ടെ, നിങ്ങൾ CPM-കാരനായിക്കോട്ടെ, നിങ്ങൾ ലീഗുകാരനായിക്കോട്ടെ, ആരാണെങ്കിലും ആയിക്കോട്ടെ, ഈ ജന്തുക്കളെ തിരിച്ചറിയണം നിങ്ങൾ. ഇവന്മാർ കയറ്റുന്ന കയറ്റൽ ചെറുതൊന്നുമല്ല മക്കളെ, വലിയൊരു കയറ്റലാണത്. അത് അവസാനം പൊളിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ എല്ലാ പരിപാടികളും നമുക്ക് അറിയാം. അതായത് നമ്മുടെ കേന്ദ്ര ഡിപ്പാർട്ട്മെൻറ്റുകളവന്മാർ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളവന്മാർ എങ്ങനെയാണ് ഹൈജാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്കറിയാം. ഇനി ഇതേപോലത്തെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇവന്മാരുടെ അജണ്ട കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ എല്ലാ പരിപാടികളും ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാണ്ട് രാജ്യസ്നേഹം ഒരു തേങ്ങയല്ല. അല്ലെങ്കിൽ RSSൻ്റെ കൊണഗീതം എങ്ങനെ രാജ്യഗീതമാവുന്നത്, അല്ലാതെ എങ്ങനെ നാഷണൽ അല്ലെങ്കിൽ എന്താ പറയുക രാഷ്ട്രഗീതമായി മാറുന്നത് എന്നു മുതലാണ്? രാഷ്ട്രഗീതം അല്ലെങ്കിൽ ജനഗണമന സമ്മതിച്ച് തരാത്ത വാനരന്മാരവന്മാർ, ത്രിവർണ്ണ പതാക സമ്മതിച്ച് തരാത്ത വാനരന്മാരവന്മാർ. ഒരിക്കലേ 80s ത്രിവർണ്ണ പതാക എൻ്റെ RSSൻ്റെ ആസ്ഥാനത്ത് നെഞ്ചത്തെടുത്ത് കുത്തിയ സമയത്തെ പിന്നെ അതിന് FIR ഇട്ട ടീമാവന്മാർ. ഇവന്മാർക്ക് കൊണഗീതും കൊണ അടിക്കാനും മാത്രമേ അറിയുള്ളൂ. അത് ഇവിടൊക്കെ കൊണ്ട് കുത്തിക്കയറ്റണം. അത്രക്ക് വിവരം ഒരു വെള്ളിയാഴ്ച ഇല്ലാത്ത ടീമാവന്മാർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന്മാർക്ക് വിവരം കൊടുക്കരുത്. ഇവന്മാരെ നിപ്പിലോട്ട് താഴ്ത്തിക്കാളണം പാതാളത്തിലോട്ട്. അതായിരിക്കും നമ്മുടെ ബാക്കിയുള്ള നോർമലായിട്ട് ജീവിക്കുന്ന ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ അല്ലേ, ഇവർക്കൊക്കെ നല്ലത് ഈ ഒരു ടീമിനെ ഒറ്റയടിക്കങ്ങ് താത്തുന്നതാണ്. അല്ലെങ്കിൽ ഇവന്മാർ തലയിൽ കയറി നരങ്ങും, അതുറപ്പാണ്.